ഹലോ, നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റം വയ്ക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പുഴയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങുന്നതല്ല. അപ്പോൾ ഞണ്ട് ബിരിയാണി വയ്ക്കാം. എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേ? നീ ആദ്യം ആ കാല് മുഴുവൻ പറക്കി അതിലോട്ടിട്. ഇതാ ആ കാലുകൾ ആദ്യം ഇവിടെ വലിയ കാലുകൾ കഴുകി ഇതിലോട്ടിട്, ചട്ടിയിലോട്ട്. നമുക്ക് ഞണ്ട് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മിക്കവാറും ദിവസം ഉണ്ടാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മമ്മിയാണ് കേട്ടോ അത് റെഡിയാക്കാറ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എന്തോ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ, അല്ലാത്തപ്പോൾ ഒക്കെ മമ്മി ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവരൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. കത്തി ഒന്നും എടുത്തിട്ടില്ലേ? കള അതതിലിട്, രണ്ട് പൊളിക്കിച്ച് മറിച്ച് പിടിച്ച് പൊളിക്കി. ഇങ്ങനെ അങ്ങനെയല്ലേ അപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങനെ ഇടിച്ച് പൊളിക്കി. ഇങ്ങാട്ടോ? ആ സൈഡിൽ അതവിടെ വെക്കുക, ആ സൈഡിലത്തേക്ക് കള. പണ്ടെപ്പോഴും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇപ്പം മമ്മിയല്ല ഇതിൽ ഞാനൊക്കെ ഓർമ്മയില്ല. ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ. അതും കള രണ്ട് ചെറുപോലെ എന്നിട്ട് അവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. അങ്ങനെ അത് വേണം, അത് നല്ലതാണ്. പിന്നെ ആ നടുക്കത്തെ സാധനങ്ങളാ അത്. ഇതാ അവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. കളികളയല്ലേ, ഞാൻ അതിലോട്ട് ഇട്ട് കുടിച്ച് രണ്ടാക്കി കുടിക്കും. അതായത് ഈ കാണിച്ചു കൊടുക്കി, അങ്ങനെ ഒടുക്കി ഇടും. അപ്പോൾ അതേ ഇത്രയും ഞണ്ടാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 4 ഞണ്ട് എന്തുവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നിയതാണ്. അപ്പോൾ എന്തായാലും ഞാനത് ക്ലീനാക്കി ഇതുപോലെ പീസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള കളിയൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കളി എന്ന് പറയുന്നത് ആ ഞണ്ടിൻ്റെ ഓട്ടയിൽ ഉള്ളിലായിട്ട് കുറച്ചുകൂടി ഒരു യെല്ലോ കളറിലെ പോർഷൻ ഉണ്ട്, അതുണ്ടാവും. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മസാല പുരട്ടണം, പിന്നെ നമ്മുടെ ചോറിൻ്റെ പരിപാടികൾ നോക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ റോഡിൻ്റെ സൈഡ് തന്നെയാണ് നമ്മുടെ വീട് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതും വരുന്നതും അതുപോലത്തെ സൗണ്ട്. അത് പോകുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സമയമില്ല, എപ്പോഴെപ്പോഴും ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഞണ്ടിന് മസാല തേക്കാം. സാധാരണയായിട്ട് വീട്ടിൽ വയ്ക്കുന്നത് ഞണ്ട് റോസ്റ്റ് ചെയ്യലാണ്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചധികം ഗ്രേവി നിൽക്കുന്ന രീതിയിൽ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ സാധാരണ വയ്ക്കുമ്പോൾ നമ്മൾ മസാല തേച്ച് വയ്ക്കലൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മസാല തേച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഭാഗം നീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ, 1-1.5 സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി അരിയും നാഴിയും. അപ്പോൾ 1 നാഴി അരിയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അളവിനുണ്ട്.
ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചോറ് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കറുകലയുടെ ആവശ്യമുണ്ട്. ഉണങ്ങിയത് കിട്ടുകയാണെങ്കിൽ അത് ഇടാം. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കാൻ പോകാം. ഒരു 2-3 കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 2-3 കറുകല എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കൊടുക്കാം. ഡാഡി പറയുന്നത് അങ്ങനെ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ചെമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അരിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡാൽഡ എടുക്കുക. ഞാനിപ്പോൾ ഡാൽഡയും പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പട്ട, ഗ്രാമ്പൂ, തക്കോലം, കുരുമുളക്, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ വലിയ അരിയാണ് വയ്ക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ചെറിയ അരിയാണ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നാഴി അരിക്ക് ഞാൻ 2 മൊന്ത വെള്ളമാണ് ചേർത്തത്. പിന്നെ എനിക്കത് പോരെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2 തന്നെയായിരുന്നു കറക്റ്റ് അളവ്. കാരണം നമ്മുടെ ചോറ് ചെറുതായിട്ടൊന്ന് വെന്ത് പോയായിരുന്നു. ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുക. പകുതി നീര് ചേർത്ത് കൊടുക്കുക. വെള്ളം ചെറുതായിട്ടിങ്ങനെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടത്. പിന്നീട് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ചോറ് റെഡിയാവുന്ന കാര്യം ഇതിന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ മല്ലിയില, പുതിന ഉണ്ടെങ്കിൽ പുതിന ഇടാം. എനിക്ക് പുതിനയുടെ ടേസ്റ്റ് അത്രയില്ല. പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അല്ലേ, നമ്മുടെ പച്ചമുളക് ഉണ്ട്, ഇഞ്ചി വളരെ കുറച്ച് മതി, അതുപോലെ വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് തിളയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇടയ്ക്കൊക്കെ അങ്ങനെ നോക്കിയിട്ടൊന്ന് ഇളക്കി വേണ്ടി കൊടുക്കാം കേട്ടോ. ഈ സമയം നമ്മളിത് ഒന്ന് തീ കുറച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അടുത്തൊരു ചെമ്പെടുത്തിട്ട് നമ്മൾ വറുത്ത സവാള വേണമല്ലോ. അപ്പോൾ സവാള വറുക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ഇതിന് വേണ്ടിയിട്ടും ഞാൻ നെയ്യും ഓയിലും ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്നായിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയും കിടന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും.
ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. കറിക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും എണ്ണ പോരാ, നമ്മൾ കുറച്ചുകൂടി എണ്ണ ചേർത്തു നമ്മുടെ ബാക്കിയുള്ള സവാള ഇതിലേക്ക് ചേർക്കും. ഇടുന്നുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുണ്ടല്ലോ അതുകൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇവിടെ ഞണ്ട് കൂടി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ചേർത്ത് വെളുത്തല്ലേ ഇതൊന്ന് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഞണ്ട് കറിയും സെറ്റ്. ഒരു 3/4 ഭാഗത്തോളം പണികൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ടാലോ. മസാലയുടെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ച അരി ഒരു പകുതി ഭാഗത്തോളം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ചോറ് നന്നായിട്ട് വേവേറിപ്പോയിട്ടോ. കണ്ടപ്പോൾ എനിക്കൊരു വിഷമമൊക്കെ തോന്നിയായിരുന്നു. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവുമായി. കാരണം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് വെന്ത് പോയെന്നുള്ളൂ. പക്ഷേ കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ സംഭവം സെറ്റായിരുന്നു കേട്ടോ. മമ്മിയാണെങ്കിൽ അവിടെ നിന്ന് എന്നെ നോക്കി ഭയങ്കര ചിരിയാണ്. ചോറ് വെന്ത് പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും നമ്മൾ തളർന്നില്ല. ബാക്കി പരിപാടികളും കൂടി സെറ്റാക്കി എടുത്തു. റൈസിന് മുകളിലേക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ച സവാള കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, പിന്നെ കശുവണ്ടി, കിസ്മിസ് അതൊക്കെ ചേർത്ത് കൊടുക്കുക. എങ്കിൽ കുറച്ച് നെയ്യും ഗരം മസാലപ്പൊടിയും കൂടി ഇടാം കേട്ടോ. ഇനി ബാക്കിയുള്ള റൈസും കൂടി മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ സവാള വറുത്തത്, കശുവണ്ടി, മുന്തിരി അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഞാൻ വേവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഞണ്ട് വെച്ചിട്ട് ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരു ക്ഷമയില്ലായിരുന്നു. ഈ പാത്രത്തിലേക്കാക്കി പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനായിട്ടില്ല. അടിപൊളിയാണ്. ഞണ്ട് ഇഷ്ടമുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു 1 മണിക്കൂർ നേരത്തേക്ക് എൻ്റെ ശല്യം ഉണ്ടാവില്ല. കാരണം ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉള്ളിലെ മുഴുവൻ കഴമ്പും കഴിക്കണം കേട്ടോ. ഞാൻ ഭയങ്കര സാവധാനം ആസ്വദിച്ച് കഴിച്ചിറങ്ങുള്ളൂ. അപ്പോൾ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.